ആം, എൻ്റെ പേര് ടിൻറ്റു. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. മോന് ന്യൂസിലൻഡിൽ വെച്ചിട്ട് ഓട്ടിസം ബോർഡർ ലൈൻ ആയിട്ട് അവർ ഡയഗ്നോസ് ചെയ്തു. അപ്പം സ്പീച്ച് തെറാപ്പിയാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ ചെയ്തു. പക്ഷേ വലിയ പ്രോഗ്രസ് ഉണ്ടായില്ല. അന്നേരമാണ് ലൈഫ് കെയറിനെ പറ്റി ഞാൻ കേട്ടത് എൻ്റെ ഒരു കസിൻ വഴി. അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നത്. മെയിൻ കംപ്ലയിൻസ് സ്പീച്ച് ഒട്ടുമില്ലായിരുന്നു. മെയിൻ വേർഡ്സ് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ വളരെ കുറച്ച് സംസാരിക്കും, ഐ കോണ്ടാക്റ്റ് ഇല്ല, പറഞ്ഞാലൊന്നും അനുസരിക്കില്ലായിരുന്നു. അങ്ങനെ അനുസരിക്കില്ല എന്ന് വെച്ചാൽ അവന് മനസ്സിലാകുന്നില്ലായിരുന്നു എന്താ പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള പ്രോബ്ലംസ് കാരനാണ് വന്നത്. മെയിനായിട്ടും അവൻ സംസാരിച്ച് തുടങ്ങി കുറച്ചും കൂടെ വേർഡ്സ് കമ്പൈൻ ചെയ്ത് സെൻറ്റൻസ് ആയിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അനുസരിക്കും എന്നുള്ളതാണ്. പറഞ്ഞാൽ വിളിച്ചാൽ ഓടി വരും. പിന്നെ ചില ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചെറിയ ചെറിയ കമാൻഡ്സ്, വലിയ കമാൻഡ്സ് അല്ല, കമാൻഡ്സ് അനുസരിക്കും. ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും. കുറച്ചും കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ആക്ടിവിറ്റീസ്. മറ്റേ കുറച്ച് പുള്ളി ബ്രേക്ക് എടുക്കുമായിരുന്നു. 2 minutes കഴിയുമ്പോൾ ഇറങ്ങി എവിടെയെങ്കിലും പോകും, പിന്നെ വന്ന് ചെയ്യും. ഇത് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് പസിലൊക്കെ കൊടുത്താൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു 100+ പസിലൊക്കെ പുള്ളി ഇരുന്ന് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഇരുന്ന് സോൾവ് ചെയ്യും. ഇടയ്ക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ അതൊക്കെ കുടിച്ചിരുന്ന് അങ്ങനെയൊന്നും ഇരിക്കാറില്ല ആൾ. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ വിളിച്ചാൽ വരിക എന്നുള്ള വലിയൊരു കാര്യമാണ്. കാരണം എപ്പോഴും ഈ നടന്ന് നമ്മളിങ്ങനെ നോക്കണം, വീടിന് ചുറ്റും നടന്ന് എവിടെ പോയ ആൾ എപ്പോഴും ടെൻഷനാണ്. ഒരു മിനിറ്റ് പോലും മാറി നമുക്ക് വിടാൻ പറ്റില്ല അവനെ. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നും പുള്ളി ഓടി വരും. പിന്നെ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും എടുത്തിട്ട് വാ, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചെയ്യും. സോഷ്യലൈസേഷൻ ഫാമിലി ഇന്നലെയാണെങ്കിലും മറ്റേ വില്യംശ്ശേരി അടുത്ത് പോവും, ഉമ്മ തരാൻ പറഞ്ഞു, ഉമ്മ കൊടുക്കണു, മറ്റേ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഹഗ് ചെയ്യാനൊന്നും പുള്ളിക്ക് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ഇപ്പം അതൊന്നും പ്രശ്നമല്ല. ഇപ്പം കസിൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്താണെങ്കിലും അവരുടെ കൂടെ കളിക്കും. ഇപ്പം ഇന്നലെയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ഇന്നലെയാണ് മിനിങ്ങാന്നാണ് ഒരു കുട്ടി വന്നപ്പം അവർ ഓടിക്കളിക്കുന്നതാണ്. അപ്പം ആ കൂടെ കളിക്കാനായിട്ട് പുള്ളി ഓടുക പുറകെ. പക്ഷെ അവരത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരുടെ പുള്ളിക്ക് താല്പര്യമുണ്ട് പോകാനായിട്ട്. ഞാൻ കണ്ട് അവരുടെ പുറകെ ഓടുന്നത്. അപ്പം കുറച്ചും കൂടെ പുള്ളി എനിക്ക് തോന്നുന്നു ആ ഏജ് ഗ്രൂപ്പായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ അവരെങ്ങനെ മൈൻഡ് ചെയ്യൊന്നുമില്ലായിരുന്നു. പിള്ളേരൊക്കെ വന്നാൽ അവിടെ തരി ഇരിക്കത്തുള്ളൂ, നോക്കാനോ പോകാനൊന്നും പോകത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു പുള്ളിക്ക് അവരായിട്ട് കൂടാൻ ഇഷ്ടമാണ്. ഇപ്പം പേരൻസിനും, അപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും പറയുന്നുണ്ട് മാറ്റങ്ങളുണ്ട്, ഒത്തിരി മാറ്റങ്ങളുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നതിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും. അവർ തന്നെയാണെങ്കിലും ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കുമ്പം അവൻ അനുസരിക്കും. ഞാൻ വിചാരിച്ചാൽ മലയാളം മനസ്സിലാവുന്നു, പക്ഷെ മലയാളം പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. തിരിച്ച് പറയാൻ അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ വീട്ടിലെ അമ്മയും അച്ഛനാണെങ്കിൽ മലയാളത്തിലാണ് പറയണം അവനോടല്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, പുള്ളി അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്ത് തരാൻ വന്നു. പുള്ളി ആപ്പിൾ എടുത്തിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വാ ഉണ്ണി എന്ന് പറയും, പ്ലേറ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ പുള്ളി ചെയ്യുന്നുണ്ടല്ലോ. അവനെ പറ്റി പറയണമെങ്കിൽ അവൻ ചിരിക്കും, അവൻ്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ. അപ്പം എനിക്കറിയാം അവന് മനസ്സിലാവുന്നുണ്ടെന്ന്. പക്ഷെ റിയാക്ട് ചെയ്യില്ലായിരിക്കും. പക്ഷെ നമുക്ക് അവൻ്റെ കണ്ണ് പോകുന്നതും ചിരിക്കുന്നതും കണ്ടാൽ അറിയാം അവന് മനസ്സിലാവും. ഒരു ചിരിച്ചോട് പുള്ളി പോകും വന്നിട്ട്. പക്ഷെ ഞങ്ങൾ മാക്സിമം അവൻ്റെ കാര്യം പറയാതിരിക്കും, അവൻ്റെ കേക്ക്. പക്ഷെ പണ്ടത്തെ ഇപ്പം കൂടുതൽ ഹാപ്പിയാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത്. പണ്ടും ഇച്ചിരി ഗ്ലൂമിയാണ് എവിടെ പോയാലും. പിന്നെ അതുപോലെ ക്രൗഡും, അതുപോലെ വലിയ സ്ഥലം എന്ന് വെച്ചാൽ കുറച്ച് വൈഡ് ഓപ്പൺ ഏരിയ മോളിലൊക്കെ പോയാൽ പുള്ളിക്ക് അധികം പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ പുള്ളി അതിന് ടെൻഷൻ കാണിക്കും. ചെല്ലുമ്പോഴത്തേക്ക് ടെൻഷൻ കാണിക്കും, കരയും ചിലപ്പം. അപ്പം ഇപ്പം പുള്ളിക്ക് അതത്ര പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി ഓക്കെയാണ് പോകാൻ. ഇറങ്ങി വാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പുതിയ സ്ഥലത്ത് പോകാനാണെങ്കിൽ പുള്ളിക്ക് അത്ര ടെൻഷനില്ല. പുള്ളി ഓക്കെയാണ് പോകാനായിട്ട്. എനിക്ക് പണ്ട് എവിടെയെങ്കിലും കടയിൽ കയറണം എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. അയ്യോ അവനെ കൊണ്ട് നടക്കത്തില്ല, അതുകൊണ്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോവാറ്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അറിയില്ല. എനിക്ക് കൊണ്ടുപോകാനും എവിടെ പോകാനും അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പം അവനെ കൊണ്ട് എനിക്കില്ല. സ്പീച്ചിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പീച്ചിൽ കുറച്ച് പ്രോംപ്റ്റിംഗ് വേണം, എന്നാലും ഫാർ ബെറ്റർ ആണ് സ്പീച്ച്. അവനോട് വാട്ട് ഈസ് ദിസ്, എന്തെങ്കിലും കാറോ എന്തെങ്കിലും പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ ഇറ്റ്സ് എ കാർ. പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അവൻ എന്തായിരുന്നു എന്നുള്ളതിൽ വെച്ചിട്ട് അവൻ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഉറപ്പാണ് അവൻ ഓക്കെ ആവും. 100% ഉറപ്പാണ്. അവൻ്റെ പ്രോഗ്രസ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ ഓരോ സിറ്റിംഗ് കഴിയുമ്പോഴും. അപ്പൊ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനൊന്ന് ഡൗൺ ആവും. പക്ഷെ ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഇടയ്ക്ക് എന്നോട് സംസാരിക്കില്ലേ, ഇങ്ങനെയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുമ്പോൾ അതിന്റെ എന്താ പറയുക, അവൻ തിരിച്ചു വരുന്നത് കാണാറുണ്ട് ഞാൻ പലപ്പോഴും. ഇടയ്ക്കൊരു ചെറിയ വീക്ക്നെസ് കാണുമ്പോഴും പിറ്റേ ദിവസം അവനൊരു പ്രോഗ്രസ് കാണിക്കുമ്പം ഞാനതിൽ ഹാപ്പിയാണ്.
വന്നത് ഞാൻ ഭയങ്കര എന്താ പറയുക, ഇതിനൊരു റിസൾട്ട് ഇല്ല, ഒരു സൊല്യൂഷൻ ഇല്ല എന്നോർത്തായിരുന്നു ഞാൻ വന്നപ്പം. എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയത്. പതിയെ പതിയെ ചില ചേഞ്ചസ് കാണിക്കുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അത് ഇപ്പം ഇതിനെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എങ്ങനെയാണല്ലോ, ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഭയങ്കര ഒരു ചേഞ്ച് ഞാൻ കണ്ട കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ സിറ്റിംഗ് കഴിയുമ്പോഴും അതിലെ ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ. എന്നെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് റിലാക്സ്ഡ് പുള്ളിയാണ്. പുള്ളി കുറച്ചും കൂടെ എന്നോട് പറയാറുണ്ട്, ഞാൻ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആകുമ്പോൾ എന്നോട് പറയും, നീ ആ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്താൽ മതി, അവൻ ബെറ്റർ. സെൽഫ് റിലാക്സ്ഡ് ആയാലാണ് ഉള്ളിലേക്ക് ആ എനർജി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പം കുഞ്ഞും അതുപോലെ സ്ട്രെസ്ഡ് ആയി പോകും. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട്, പിന്നെ ഞാൻ കുറച്ച് ഹോബീസ് എൻ്റെതായിട്ട് കണ്ടെത്തി തരാൻ ഞാൻ കുറച്ചൊന്ന് ഞാൻ റിലാക്സ്ഡ് ആണ്. ഈ പ്രഷർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൻ കുറച്ച് റിലാക്സ്ഡ് ആണ്. പ്രത്യേകിച്ചും ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇവന്റ് വരികയാണ് പോവുകയാണെന്നുള്ള സമയം അപ്പം തലേദിവസം ഞാൻ ഒന്ന് പ്രിപ്പയർ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഈവൻ പള്ളിയിലൊക്കെ പോകുന്നതിന് മുമ്പ് തലേദിവസം ഞാനൊന്ന് പ്രിപ്പയർ ആവാനെ. അപ്പം ഡോക്ടർ പറഞ്ഞ മസാജസും ഇതെല്ലാം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. അത് ചെയ്യും. അത് കൂടാതെ കുറച്ച് നേരം ഡീപ് പ്രഷർ, അത് ഹഗ്, അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല റിലാക്സ്ഡ് ആ പോകുമ്പോൾ. അതിൻ്റെ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആ പോകുമ്പോൾ. എനിക്ക് പോകാൻ ടെൻഷൻ ഇല്ല. അങ്ങനെ ചെയ്തിട്ട് പോയി എൻ്റെ മനസ്സും ഭയങ്കര ക്വയറ്റാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ചെയ്തത് അപ്പം ഇന്ന് ഓക്കെ ആയിരിക്കും. നമ്മൾ സെൽഫ് റിലാക്സ്ഡ് ആണ്. അപ്പൊ ഒരു ഓറ ചിലപ്പം കൊച്ചിന് വരുമെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഈ 3 സെറ്റിംഗ് കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി കണ്ടിന്യൂസ് എത്രയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അവൻ ഓക്കെ ആവുന്നവരെ ചെയ്യണം ഉറപ്പായിട്ടും. കേരളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റും തെറാപ്പീസ് ആണെങ്കിലും ഞാൻ 100% ഹാപ്പിയാണ്. ഇനിയിപ്പോൾ തെറാപ്പി ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പറ്റും പോലെ തിരിച്ചു വരാൻ, എളുപ്പത്തിൽ വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ വന്നത് കണ്ടിന്യൂ ചെയ്ത് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുക.